എൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് തരുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. എൻ്റെ പോരായ്മകൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിക ഭരണ സംവിധാനമായ ഖിലാഫത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായ ഖലീഫ ഉമറിൻ്റെതാണ് ഈ വാക്കുകൾ. ധീരനും നീതിമാനും ധർമ്മിഷ്ഠനുമായ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഉമർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രവാചകനായ മുഹമ്മദിൻ്റെ സന്തത സഹചാരിയുമായിരുന്നു അദ്ദേഹം. ഇത്തരമൊരു പ്രസ്താവന ചെയ്യാൻ ഖലീഫ ഉമറിന് മാത്രമേ കഴിയുകയുള്ളൂ. ധീരനായ ഭരണാധികാരിക്ക് ആരെയും പേടിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയുമില്ല. നല്ല ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഖലീഫ ഉമർ. ഭരണത്തിൽ പാളിച്ചകളും വീഴ്ചകളും പോരായ്മകളും ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ വീഴ്ചകൾ ഏതൊക്കെയാണെന്നും പോരായ്മകൾ എന്തൊക്കെയാണെന്നും ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താമെന്നാണ് ഖലീഫ ഉമർ ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമുക്ക് ആദരിക്കാതിരിക്കാൻ പറ്റുമോ? അത് തിരുത്താനുള്ള ആർജവം ഭരണാധികാരികൾക്ക് ഉണ്ടാവണമെങ്കിൽ ജനങ്ങളോട് കരുണയും സ്നേഹവും അവരുടെ മനസ്സിലുണ്ടാവണം. ഖലീഫ ഉമറിൻ്റെ കാലത്ത് ജനാധിപത്യ സംവിധാനമൊന്നും ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. രാജ്യഭരണം അന്നൊക്കെ പിന്തുടർച്ചാവകാശമായിരുന്നു. ആരെയും പേടിക്കാതെ ഏത് തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ളവരും ഭയമില്ലാത്തവരും ആരെയും കൂസാത്തവരും ആരെയും കൊല്ലാനും ഒക്കെ കഴിവുള്ളവരൊക്കെ ആയിരുന്നു അവർ. അധികാരമുള്ളവരായിരുന്നു അവർ. അന്നുള്ള രാജ്യങ്ങളിലെ ഭൂരിഭാഗം രാജാക്കന്മാരും സുൽത്താന്മാരും എല്ലാം അങ്ങനെയായിരുന്നു. ഏകാധിപത്യത്തിൻ്റെ ഉരുക്കുമുഷ്ടി ജനങ്ങളെ വിറപ്പിച്ച് നിർത്തിയിരുന്ന പല ഭരണാധികാരികൾക്കും ഖലീഫ ഉമറിൻ്റെ നീതിനിഷ്ഠയും പ്രജകളോടുള്ള ദയാവായ്പും ആശ്ചര്യമുളവാക്കുന്നതായിരുന്നു. അതേസമയം ദുർമാർഗികളെയും നിഷ്ഠൂരന്മാരെയും അതികഠിനമായി ശിക്ഷിക്കാനും ഖലീഫ ഉമർ മടിച്ചെന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ കൺമുന്നിലുള്ള നമ്മുടെ സമകാലീനരായ ഭരണാധികാരികൾ ഖലീഫ ഉമറിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പകർത്തിയാൽ രാജ്യവും ലോകവും നന്നായേനെ. വളർന്നു വരുന്ന നേതാക്കളും യുവജനങ്ങളും ഖലീഫ ഉമറിൻ്റെ വാക്കുകൾ മനസ്സിൽ സൂക്ഷിച്ചാൽ ഭരണരംഗത്ത് മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും തനിക്ക് തന്നെയും അത് വലിയ നന്മയും സമാധാനവും വളർച്ചയും പ്രശസ്തിയും ഉണ്ടാകുമെന്ന് ഓർക്കുക. ശുഭദിനം.